നമുക്ക് വാത്സല്യമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുവാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്താണ് യോഗിക് ട്രാൻസ്മിഷൻ എന്ന് നോക്കാം. ആത്മീയ തലത്തിൽ അത്യുച്ച നിലയിൽ നിൽക്കുന്ന ഒരു യോഗിക്ക് തന്നിലുള്ള യോഗിക് എനർജിയെ മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ യോഗിക് എനർജിയാണ് ട്രാൻസ്മിഷൻ അഥവാ പ്രാണാഹൂതി എന്ന് പറയപ്പെടുന്നത്. എപ്പോഴാണ് ഈ ട്രാൻസ്മിഷൻ ചെയ്യാൻ റൈറ്റ് ടൈം എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന ആ നിമിഷമാണ്. വയറ്റിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ നിമിഷമാണ്. 18 വയസ്സ് കാത്തിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ കിട്ടും എന്നാണ് പറയപ്പെടുക. ഈ ട്രാൻസ്മിഷൻ പല വിധത്തിൽ ചെയ്യാൻ സാധിക്കും. ചിന്തയിലൂടെയും സ്പർശനത്തിലൂടെയും ദർശനത്തിലൂടെയും ശബ്ദത്തിലൂടെയും ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദന് രാമകൃഷ്ണൻ പരമഹംസൻ സ്പർശനത്തിലൂടെയാണ് ഈ യോഗിക് എനർജിയെ കൊടുത്തത്. എന്നാൽ ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ചിന്തയിലൂടെയാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 7 വയസ്സിനുള്ളിൽ 60 എന്ന് പറയുന്ന പൂർത്തിയാകണം. അതിനുശേഷം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1, H2O വാട്ടർ, ഇതെല്ലാം ചില വിവരങ്ങൾ മാത്രമാണ്. അഷ്ടാംഗ യോഗയിൽ 8 ഘടകങ്ങളാണ്: യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഇതിൽ 7ാമത്തെ അംഗമായ ധ്യാനത്തിലൂടെയാണ് ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലനം ആരംഭിക്കുന്നത്. ആദ്യത്തെ 6 കാര്യങ്ങളും ഈ ട്രാൻസ്മിഷൻ അഥവാ പ്രാണാഹൂതി കൊണ്ട് നാച്ചുറലായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. ആർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ആർട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ എവിടെ ഇരുന്നും ഏത് സമയത്തും ഓൺലൈനിലൂടെ ഈ ആർട്ട്ഫുൾനെസ് എന്ന ആപ്പിലൂടെ നമുക്ക് ധ്യാനത്തിൻ്റെ സെക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത് അഭിവന്യ കമലേഷ് പട്ടേൽജിയുടെ ആശീർവാദത്തോടെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. ആമീൻ.